പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ വീടുകളിലും കയറിയിറങ്ങി വോട്ടുകൾ ഉറപ്പിക്കുകയാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. വിവാദങ്ങളല്ല, വികസനമാണ് അവസാന നിമിഷത്തിലും തങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും ഇത്തവണ പാലക്കാട്ടെ ജനങ്ങൾ BJPക്കൊപ്പം നിൽക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. നാളെ പാലക്കാട് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ വലിയ പ്രചാരണ ചൂടിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഓരോ വീടുകളും കയറിയിറങ്ങി പ്രത്യേക പൊതുപരിപാടികളും മറ്റുമൊക്കെ സംഘടിപ്പിച്ച് പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രചാരണം? ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം വലിയ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് അവരുടെ ഇടയിലടക്കം. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ഇത്തവണ പാലക്കാട് ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഇത്തവണ അത് മാറ്റം ഉണ്ടാവണം എന്ന്, ഇത്തവണ ഞങ്ങൾ NDAക്കൊപ്പമാണെന്ന് പറയുന്ന രീതിയിലാണ് അവസാന റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ മാറുന്നത്. പാലക്കാടിൻ്റെ കാറ്റ് NDAക്ക് അനുകൂലമായിട്ടുള്ള കാറ്റായി മാറിയിരിക്കുക. വളരെ ആത്മവിശ്വാസത്തോടുകൂടി ശുഭപ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ എന്താണ് മണ്ഡലത്തിൽ പ്രധാന ചർച്ചയാവുന്നത്? എന്തൊക്കെയാണ്? മണ്ഡലത്തിലെ വികസനമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം NDA മുന്നോട്ട് വെച്ച അതേ വികസന അജണ്ടയിൽ ചർച്ച ചെയ്യാൻ എല്ലാ മുന്നണികളും നിർബന്ധിതപ്പെട്ടിരിക്കുകയാണ്. കർഷക വിഷയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. കർഷകരുടെ വീടുകളിൽ നിന്ന് സപ്ലൈകോയുടെ ഉദ്യോഗസ്ഥന്മാരെത്തി തുടങ്ങി. ഇവിടുത്തെ യാത്രാക്ലേശം സംബന്ധിച്ചുള്ള പ്രശ്നമുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളത് പാലക്കാട് വോട്ടർമാർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടാൽ 60 ദിവസത്തിനുള്ളിൽ പാലക്കാട് നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ ബാംഗ്ലൂരിലേക്ക്. എയിംസ് പാലക്കാട് മെഡിക്കൽ കോളേജ് പാതി വഴിയില്ല. പാലക്കാട്ടുകാരുടെ മറ്റൊരാവശ്യം എയിംസ് പാലക്കാടിന് നടന്ന ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മേൽ പാലക്കാടിന് വേണ്ടി ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താൻ നിയമസഭയ്ക്കകത്ത് NDAയുടെ പ്രതിനിധി വേണം. അത് ഇത്തവണ പാലക്കാടുകാർ വിജയിപ്പിച്ചു തന്നാൽ പാലക്കാടിനായിട്ട് നിയമസഭയ്ക്കകത്ത് എയിംസിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള ശബ്ദമായിട്ട് മാറാൻ കഴിയും. ഈ സാധാരണ ഇപ്പം ഇടതുപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുക എന്നുള്ളതാണല്ലോ മുമ്പൊക്കെ BJPക്ക് ഒരു വെല്ലുവിളിയായത്. അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനം ഈ അവസാന ഘട്ടത്തിലും കൃത്യമാണ്. അല്ല, ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ, ഇടതുപക്ഷത്തിൻ്റെ സാധാരണ പ്രവർത്തകർ നേതൃത്വം പറഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. കഴിഞ്ഞ തവണ ഷാഫിയെ വിജയിപ്പിച്ചതിൻ്റെ ദുരിതം അവർ അനുഭവിച്ചു വടകരയിൽ. അതുമാത്രമല്ല, അവർ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് ശ്രീ സരിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് പോലും അഭിപ്രായമില്ല. ഇന്നലെ വരെ അവരെ തെറി പറഞ്ഞ ആൾ, സോഷ്യൽ മീഡിയയിൽ തെറി പറഞ്ഞ ആൾ ഒരു സുപ്രഭാതത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയെ വരുന്ന സമയത്ത് അവരുടെ സാധാരണ പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തവണ അവരുടെ ആ നിഷേധാത്മക വോട്ട്, സരിൻ പറഞ്ഞല്ലോ നിഷേധാത്മക വോട്ട്, ആ നിഷേധാത്മക വോട്ട് ഇടതുപക്ഷത്തിൻ്റെ വരാൻ പോകുന്നത് NDAക്കാണ്. UDFിൽ അതേ പ്രശ്നമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ അംഗീകരിക്കുന്നില്ല, DCC നേതൃത്വം അടക്കം അംഗീകരിക്കുന്നില്ല. ആ നിഷേധാത്മക വോട്ടും ഇത്തവണ NDAക്കാണ്. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ NDA വിജയിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച പള്ളികൾ കേന്ദ്രീകരിച്ച് SDPയുടെ ഒരു ലഘുലേഖ വിതരണവും കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഗ്രീൻ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ? പ്രതിപക്ഷ നേതാവിനെ ഗ്രീൻ ആർമിയോടൊപ്പമാണല്ലോ. പാലക്കാട്ടെ വോട്ടർമാർക്ക് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത 2 ചിത്രങ്ങളുണ്ട്. സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസൻ്റെയും. ദാരുണമായിട്ട് അവരെ കൊലപ്പെടുത്തിയതാണ്. 2 നിരപരാധികളായിട്ടുള്ള ചെറുപ്പക്കാർ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വെട്ടേറ്റ് പാലക്കാടിൻ്റെ മണ്ണിൽ പിടഞ്ഞു വീണ് മരിച്ചതാണ്. അവരെ മറക്കാൻ പാലക്കാട്ടെ വോട്ടർമാർക്ക് കഴിയില്ല. PFI പോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ പിന്തുണ കൂടിയിട്ടാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് ഞങ്ങൾ തുടക്കം മുതൽ ആവശ്യപ്പെടുന്നു, യഥാർത്ഥ മതേതരവാദിയാണെങ്കിൽ ഈ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന മതതീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കണമെന്ന്. പക്ഷേ 2 സ്ഥാനാർത്ഥികളും തയ്യാറല്ല. SDPയുടെ പിന്തുണ UDFിനും PDPയുടെ പിന്തുണ LDFിനുമാണ്. അപ്പോൾ യഥാർത്ഥ ഇവിടുത്തെ മതേതരവാദികൾ ഈ 2 കപട മതേതരവാദികളെയും തിരിച്ചറിയും. യഥാർത്ഥ മതേതര പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം അവരുണ്ടാവും. അവസാനമായി ഒന്ന് മുനമ്പം ഉൾപ്പെടെ ഇപ്പോൾ വീണ്ടും വഖഫ് വിഷയം കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പ്രതിഫലിക്കുന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും കൽപ്പാത്തിയും നൂറണിയും വെണ്ണക്കരയും അതുപോലെ പാലക്കാട് ജില്ലയിലെ പല പ്രദേശങ്ങളിലുള്ള ആളുകൾ വലിയ ആശങ്കയിലാണ്. മുനമ്പത്ത് മാത്രം ഒരു ക്ഷേത്രത്തിലെ ഭൂമി ഉൾപ്പെടെ മുനമ്പത്ത് മാത്രമല്ല, ചെല്ലാനത്ത്, ഇന്ന് കേരളത്തിൽ ഏത് പ്രദേശമാണ് ലിസ്റ്റിൽ ഉണ്ടാവുക എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് അവർ. സർക്കാരാണെങ്കിൽ സുതാര്യമല്ല ഇക്കാര്യത്തിൽ. സർക്കാർ ആശങ്ക പരിഹരിക്കുന്നില്ല. 2 സ്ഥാനാർത്ഥികളോട് മുനമ്പം വിഷയത്തിലുള്ള അവരുടെ നിലപാട് ഞങ്ങൾ ചോദിച്ചിരുന്നു. അതിന് മറുപടിയില്ല. അപ്പോൾ ഇതെല്ലാം
ഇവിടുത്തെ ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. മുനമ്പം പോലെയുള്ള വിഷയങ്ങളിൽ നിലപാട് പറയാത്ത രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ നിലപാടെല്ലാം പാലക്കാട്ടിലെ വോട്ടർമാർ തിരിച്ചറിയും. അതുതന്നെയാണ് ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലും വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJP വോട്ടഭ്യർത്ഥിക്കുന്നത്. ഒപ്പം മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.